ഹലോ ഡിയേഴ്സ്, ഇന്ന് നല്ല നാടൻ കുമല് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളെ തോട്ടത്തിൽ കുറച്ച് കുമല് കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് കറി വെക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഈ കുമലിനെ ക്ലീൻ ആക്കി എടുക്കുക. ഈ കൂണിൻ്റെ മുകളിൽ ഒരു സാധനം ഉണ്ടോ, അതിനിങ്ങനെ ക്ലീൻ ആക്കി എടുക്കലാണ്. എന്നിട്ട് ഇതിനെ വലിയ വലിയ പീസായിട്ട് തന്നെ ഇങ്ങനെ മുറിച്ചെടുക്കുക. ഇതിലത്തെ മണ്ണെല്ലാം കളയാൻ ഒരു 10 മിനിറ്റ് ഇതിനെ വെള്ളത്തിലിട്ടേക്കുക. എന്നിട്ട് 2-3 പ്രാവശ്യം വെള്ളത്തിൽ പാങ്ങൽ കയറ്റെടുക്കുക. ഇനി കറി എങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കാം. ചൂടായ ചട്ടിയിലേക്ക് ഇത് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇഞ്ചിയും വെള്ളുള്ളിൻ്റെ പേസ്റ്റ് കുറച്ച് 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുങ്ങനെ മുറിച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഉള്ളിനെ പാങ്ങൽ വാട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇത് സിമ്പിളായിട്ട് മുളക് കറി തന്നെ വെക്കുന്നത്. ഈ കുമല് കറി സാധാരണയായിട്ട് തേങ്ങ വറുത്തരച്ചിട്ട് വെക്കലാണ്. അതപ്പോൾ കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ ഇതിലോട്ട് ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി നല്ലോണം കുക്കായി വരുമ്പോഴേക്കിലോട്ട് മല്ലിപ്പൊടി പിന്നെ മുളക് പൊടിയെല്ലാം ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ഞാൻ ഇതിലോട്ട് 1 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മസാലപ്പൊടി, ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തത് ഇപ്പോൾ. പിന്നെ കുറച്ച് മുളക് പൊടി. പിന്നെ നല്ലോണം വഴറ്റിയെടുക്കുക. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിലോട്ട് കുമ്മിലിട്ട് കൊടുക്കുക. മസാലയെല്ലാം ഈ മഷ്റൂമിലേക്ക് പിടിക്കാൻ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കണം. ഇതുപോലെ ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് ഇതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടിച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ വെന്ത് കിട്ടും. ഈ കുമല് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒറോട്ടിൻ്റെ ഒക്കെ തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ഒറോട്ടിക്കാണ് ഉണ്ടാക്കിയത്. ഒറോട്ടിയും കുമലക്കറിയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഒറോട്ടിയും കുമലക്കറി കഴിക്കലാണ്.